അമ്മേ, അമ്മയും വരുണിനെ സമ്മതിക്കണം. എത്രയോ മുൻപ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത്രയും കാലം അവളോട് പറയാതിരുന്നില്ലേ? മോളുടെ അവസ്ഥ കണ്ടോ അമ്മേ? അമ്മയ്ക്കൊന്നും പറഞ്ഞൂടായിരുന്നോ? അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ പറയായിരുന്നു പത്മിനി. രാധയ്ക്ക് അവളുടെ അമ്മയെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വരുണിന് ഒട്ടും സന്തോഷമില്ലെന്നാണോ നീ കരുതുന്നത്? കുറെ നാളുകളായിട്ട് രാധിക മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ തന്നെയാ ഇപ്പൊ വിലങ്ങ് തടിയായിട്ട് അവളുടെ മുമ്പിലുള്ളത്. നമ്മളുടെ മുമ്പിലിപ്പോ അവള് നിന്ന് ഉരുകുന്നുണ്ട്. പക്ഷേ തൊട്ടു മുമ്പത്തെ ദിവസങ്ങളിൽ അവൾ ആവർത്തിച്ചത് അവളെ പ്രസവിച്ച അമ്മയെ കണ്ടാല് അവൾ അംഗീകരിക്കില്ലെന്ന. ആ പേടി എല്ലാവരിലും ഉണ്ടാവില്ലേ? അതൊക്കെ വെറും തോന്നലാ അമ്മേ. എനിക്ക് തോന്നുന്നത് ശ്യാമയാണ് അവളുടെ അമ്മയെന്നറിഞ്ഞ അത് സന്തോഷത്തോടെ അവള് സ്വീകരിക്കുമെന്നാ. അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം രാധയ്ക്ക് തോന്നട്ടെ. അത് അവളുടെ മനസ്സിൽ വല്ലാതെ ഉറച്ചു കഴിയുമ്പോ അവള് സ്വന്തം അമ്മയെ സ്വീകരിക്കട്ടെ. അതാണ് വരുണും ആരതിയും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നടക്കട്ടെ. മുത്തശ്ശി, എനിക്ക് അത്യാവശ്യമായിട്ട് ഫിദ മാഡത്തിനത് കാണണം. ഞാൻ പൊയ്ക്കോട്ടെ. പോതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. അതിനിവിടെ എന്താ തടസ്സം? മോള് പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാമേ. പത്മിനിയുടെ ചോദ്യത്തിനുള്ള ഉത്തരവാ. ഇപ്പൊ അവള് ഫിദയെ കണ്ട് എനിക്ക് എന്റെ അമ്മയെ വേണോന്ന് പറഞ്ഞാല് അത് ഞാനാണെന്ന് ഫിദ പറയും. അമ്മയുടെയും മോളുടെയും ജീവിതത്തിൽ അത് ഏറ്റവും വലിയ മുഹൂർത്തമായിരിക്കും. വരുണിനോട് വിളിച്ച് പറയണ്ടേ? അവൻ കൂടി ചെല്ലട്ടെ അവിടെ. വേണ്ട പത്മിനി, അത് അവരുടെ മാത്രം നിമിഷങ്ങളാ. അത് അവരാസ്വദിക്കട്ടെ. എല്ലാം നന്നായി തീരട്ടെ. ശ്യാമ, രാധിക മോള് ഉറപ്പായിട്ടും എല്ലാം കണ്ടു കാണും. ഇനി നമുക്കറിയാനുള്ളത് അവളുടെ റിയാക്ഷനാണ്. എന്ന് പറഞ്ഞാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അല്ലേ അടുത്തേ? ഈ ടെൻഷനൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാവുന്നതല്ലേ. കാത്തിരുന്നേ പറ്റൂ.